ഡേ 2 ഇന്നത്തെ പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഒരു പ്രാവിൻ്റെ ചിത്രമാണ് ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ പ്രാവിൻ്റെ പിക്ചറിനകത്ത് നമ്മൾ ആദ്യം പഠിച്ച ഏതൊക്കെ ഷേപ്പുകൾ ഉണ്ട് എന്നൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബോഡി ആയിട്ട് നമുക്ക് ഇതിനെ ഒരു സ്പെറിക്കൽ ഷേപ്പാക്കി മാറ്റാം. ഈ ബോഡി താണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്പെറിക്കൽ ഷേപ്പ് കിട്ടും ഇല്ലേ. അതിനുശേഷം അതിൻ്റെ ഹെഡ് നമുക്കൊരു സർക്കിള് വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ സർക്കിളിൽ നിന്ന് നമുക്ക് ഈ ബോഡിയിലോട്ട് വരത്തക്ക രീതിയിൽ 2 ലൈൻസ് വരച്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി അടുത്തത് അതിൻ്റെ വിങ്സ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ വിങ്സിൽ നമ്മൾ ആദ്യം ഒരു സർക്കിളും പിന്നെ അതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പും കൂടാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഇതുപോലെ അതിൻ്റെ വിങ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത അതിൻ്റെ ടെയിൽ നമ്മൾക്ക് ജസ്റ്റ് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലെഗും ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെ ലെഗും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്കൊന്ന് വരച്ച് നോക്കാം. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഫോട്ടോ പ്രിൻ്റ് എടുത്തതിന് ശേഷം ഒരു കോപ്പി എടുത്തതിന് ശേഷം വേണം നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് ഫോണിൽ നോക്കി വരയ്ക്കുന്നതിനേക്കാളും ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാകും വർക്കുകൾ. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡിയാണ് വരയ്ക്കുന്നത്. അപ്പം ബോഡി വരയ്ക്കാൻ വേണ്ടി ഒരു സ്പെറിക്കൽ ഷേപ്പ് നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പെറിക്കൽ ഷേപ്പ് വരച്ചിരിക്കുകയാണ്. ഒരു സ്പെറിക്കൽ ഷേപ്പ് വരച്ചു. ഇനി അടുത്തത് നമുക്കതിൻ്റെ ഹെഡ് വരയ്ക്കണം. അപ്പം ഹെഡിൻ്റെ ലെങ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അവിടെ നമുക്കൊരു ചെറിയൊരു സർക്കിൾ ഇതുപോലെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെഡും വരച്ചു. അടുത്തത് അതിൻ്റെ നെക്ക് നമുക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്കും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ വിങ്സ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ അതിൻ്റെ വിങ്സും വരച്ചു, അതുപോലെ അതിൻ്റെ ടെയിലും കൂടി നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ടെയിലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് അതിൻ്റെ ലെഗാണ്. അപ്പോൾ ലെഗ് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഔട്ട്ലൈനൊന്ന് കറക്റ്റായിട്ട് നമ്മൾ വരയ്ക്കാൻ പോയാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് വരച്ച ലൈൻസൊക്കെ ഒന്ന് കർവാക്കിയൊക്കെ ഒന്ന് വരയ്ക്കണം. അപ്പോൾ മാക്സിമം നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു റെഫറൻസ് പിക്കും കൂടി കയ്യിൽ വെച്ചേക്കുക. അത് അനുസരിച്ച് വേണം അതിൻ്റെ ഓരോ ലൈൻസും നമുക്ക് വരച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഹെഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹെഡിൽ നിന്ന് നമുക്ക് നെക്ക് വരച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ കണ്ടില്ലേ, ഹെഡിൽ നിന്ന് ചെറിയൊരു കർവോട് കൂടിയാണ് ആ ഒരു ലൈൻ പോയിരിക്കുന്നത്. അപ്പോൾ അതേ കണക്ക് തന്നെ നമുക്കൊന്ന് വരയ്ക്കാം. ഇനി അടുത്ത നമ്മളതിൻ്റെ താഴത്തെ ആ ഒരു നെക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്തെ ആ ഒരു നെക്കും കൂടി നമ്മൾ വരച്ചു. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ കണ്ണും വരയ്ക്കണം, ചുണ്ടും വരയ്ക്കണം. അപ്പോൾ നമുക്കത് രണ്ടുമൂന്നും വരയ്ക്കാം. ഇനി അടുത്തത് അതിൻ്റെ വിങ്സാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആ വിങ്സും കൂടെ നമുക്കൊന്ന് വരച്ച് റെഡിയാക്കി എടുക്കാം. നമ്മൾ ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്.
ഇനി അടുത്തത് നമ്മളതിൻ്റെ ടെയിലും കൂടി വരച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തത് അതിൻ്റെ ലെഗും കൂടി വരയ്ക്കാം. അപ്പോൾ അതിൻ്റെ 2 കാലും നമ്മൾ വരച്ച് സെറ്റാക്കി. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ എല്ലാം ഇട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ കണക്കാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഞാൻ ഓൾറെഡി മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ഷെയ്ഡിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എങ്ങനെയാണ് പെട്ടെന്ന് ഔട്ട്ലൈൻ ഇടുന്നതെന്ന് മാത്രമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് വരച്ചു വന്നപ്പോൾ ചെറിയ ഒരു ഷേപ്പിൽ വ്യത്യാസമൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അത്യാവശ്യം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഔട്ട്ലൈൻസ് ഇടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് വരച്ചൊന്ന് പ്രാക്ടീസ് നോക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ റെഫറൻസ് പിക്ചർ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറി ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് പറയാം. ആദ്യം നമുക്ക് കിട്ടുന്ന പിക്ക് ഏതാണോ ആ പിക്ക് നല്ല രീതിയിലൊന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തതിന് ശേഷം ആ പിക്കിൽ നമുക്ക് ഏതൊക്കെ ഷേപ്പുകൾ കണ്ടെത്താമെന്ന് നോക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡി ആയിട്ട് നമ്മളൊരു സ്പെറിക്കൽ ഷേപ്പാണ് വരച്ചത്. അതിനുശേഷം അതിൻ്റെ ഹെഡ് വരച്ചു, പിന്നീട് നെക്ക് വരച്ചു, പിന്നീട് ടെയിൽ വരച്ചു. അങ്ങനെ നമ്മൾ ഓരോ പാർട്ടും ഓരോ ഷേപ്പാക്കി വരച്ച് എടുത്തു. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ ഇടാനായിട്ട് പോയത്. ആദ്യം നമ്മൾ അതിൻ്റെ ശരീരം വരയ്ക്കാൻ വേണ്ടിയിട്ട്, ബോഡി വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെറിക്കൽ ഷേപ്പാണ് വരച്ചത്. എന്നിട്ട് അവിടുന്ന് നമുക്ക് അതിൻ്റെ കഴുത്ത് വരച്ച്, പിന്നീട് അതിൻ്റെ ഹെഡ് വരച്ച്, ഇങ്ങനെയാണ് വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം 1-2 വട്ടം കണ്ട് ഒരു 3-4 തവണ വരച്ചൊന്ന് പ്രാക്ടീസ് നോക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.